ആ ഹലോ അപ്പാ. മുമ്പേ വിളിച്ചപ്പോഴേ ഞാൻ മെസ്സിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, അതാ എടുക്കാഞ്ഞ്. ആ പ്രത്യേകിച്ചൊന്നുമില്ല, ക്ലാസ്സിലേക്ക് ഇങ്ങനെ പോകുന്നു. പോയിട്ട് വന്നതേ ഉള്ളൂ. ആ അതെ, ഞാനേ വാട്സപ്പിലൊരു ഫോട്ടോ അയച്ചായിരുന്നു. അപ്പോൾ 2500 രൂപ ഒന്ന് GPay ചെയ്തേക്കണേ. ആ ശരി, ഓക്കെ ഓക്കെ. വേറെ ഒന്നുമില്ല. ശരി. ഹലോ അമ്മ. ആ എന്താ ഉണ്ട്? പ്രത്യേകിച്ചൊന്നുമില്ല. അമ്മ ഞാൻ വിളിച്ചത്, ഇന്നലെ ആണെങ്കിലേ അഖിലയുടെ അമ്മയാണെങ്കിലേ കുടംപുളി ഇട്ട മീൻകറി കൊടുത്തയച്ചായിരുന്നു കേട്ടോ. ഭയങ്കര രുചിയായിരുന്നു. നല്ല ചാറൊക്കെ അങ്ങനെ നല്ല കൊഴുത്തിരിക്കും. അമ്മ ഞാൻ അടുത്ത തവണ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അമ്മ അയച്ചാലും മതി. ആ ഇത്തിരി കുറുക്കി ഇത്തിരി കോഴിക്കറിയും പിന്നെ ഇത്തിരി മാങ്ങാച്ചാറൊന്ന് അയച്ചേക്കണേ. ആ കഷ്ടമുണ്ടമ്മ, എല്ലാവരും കൊണ്ടിരുന്നു, മോശമല്ലേ? ആ ശരി. ഗീതേച്ചി എന്തുണ്ട്? പ്രത്യേകിച്ച് ഒന്നുമില്ല ഗീതേച്ചി. അറിഞ്ഞായിരുന്നു നമ്മുടെ സോമന്റെ അടുത്തല്ലേ. അറിഞ്ഞായിരുന്നു. എന്നാലും കൊച്ചു അങ്ങനെ ചെയ്തല്ലോ ഗീതേച്ചി. അതാ. ശരി. ഹലോ, എന്താടാ? കുഴപ്പമൊന്നുമില്ല. സ്കൂളിൽ പോയായിരുന്നു. നിമ്മി എന്നെ വിളിച്ചായിരുന്നു, പ്രോഗ്രസ് കാർഡ് വന്നു എന്നൊക്കെ. മാർക്കൊക്കെ എങ്ങനെയുണ്ട്? കോഴിമുട്ടയാണോ അതോ കാടമുട്ടയാണോ അതോ എന്തെങ്കിലും ഉണ്ടോ? എന്നെ പഠിക്കും, നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇവിടെയൊക്കെ എങ്ങനെ നടക്കാം. ശരി, വേറെ ഒന്നുമില്ല. ഹലോ. അഖില ഇന്ന് എന്താ വരാൻ കോളേജിൽ? ഞാൻ ഒത്തിരി മിസ് ചെയ്തു. പിന്നില്ലേ, ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു. കൊച്ചിൻ്റെ നൂലേട്ടൊക്കെ കഴിഞ്ഞോ? എല്ലാവരും പറഞ്ഞായിരുന്നു. പായസമൊക്കെ ഉണ്ടായിരുന്നോ? എടി ഇന്ന് വലിയൊരു സംഭവം ഉണ്ടായിരുന്നെടി. ഞാൻ ഇപ്പോഴാ അറിയുന്നേ, ചിക്കിങ്ങി പോയി കഴിഞ്ഞാൽ ഈ കോഴിയുടെ വിങ്സ് ഉണ്ടെന്ന്. ഞാൻ എത്ര നാൾ വിചാരിച്ച ലെഗ് പീസ് കളാണ്. എല്ലാവരും ചിരിച്ചടി, ഭയങ്കര സന്തോഷം. പിന്നെ നിന്റെ കാര്യം എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടോ. സ്വരൂപം ചോദിച്ചാൽ എന്ത് നീ ഇന്ന് വന്നില്ലല്ലോ എന്നൊക്കെ. വേറെ ഒന്നുമില്ല. ശരി.